എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്യണേ കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാ പഠിച്ചേ, എന്തൊക്കെയാ പഠിച്ചേ? ഇത്ര വരെയായിട്ട് നമ്മൾ മാത്സിൽ എന്തൊക്കെയാ പഠിച്ചേ? ആരാ പറഞ്ഞിരുന്നേ മിസ്സിനെ? ആഫിയ. ആഫിയ ഫസ്റ്റ് കൈ മുതിച്ചിട്ടുണ്ട്. പറഞ്ഞു മോളെ, എന്തൊക്കെയാ നമ്മൾ ഇതുവരെയായിട്ട് പഠിച്ചേ? ബിഗ് സ്മോൾ. ബിഗ് സ്മോൾ പഠിച്ചു. ഓക്കെ, ടോള് ഷോർട്ട്. ഇതൊക്കെ എന്താന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിന് പറഞ്ഞ ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ മാത്സിന്റെ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും ഒന്ന് ഈ പേജ് നമ്പർ 68. പേജ് നമ്പർ 68. അതിനകത്ത് നമുക്ക് കുറെ പിക്ചേഴ്സ് കാണാം അല്ലേ? കണ്ടോ? കാണുന്നുണ്ടോ? ഒരു ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് അവിടെ, ഒരു റാബിറ്റ് ഉണ്ട്, ഒരു ബക്കറ്റ് നിറച്ച് വെള്ളമുണ്ട്, ഒരു കപ്പ് നിറച്ച് വെള്ളവും ഉണ്ട്. ഇല്ലേ? കണ്ടില്ലേ? അതില് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഹിപ്പോപ്പൊട്ടാമസിനാണോ റാബിറ്റിനാണോ വെയിറ്റ് കൂടുതല്? വെയിറ്റ് കൂടുതല്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വെയിറ്റ് അറിയോ? നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയോ? നോക്കാറുണ്ടോ ഹോസ്പിറ്റലിൽ പോയാല്, അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ള അംഗൻവാടിയിലോ? അതെടുത്തായിരുന്നോ ആഫിയ? ഇല്ലല്ലോ. ഹെവി ലൈറ്റ് എടുത്തിട്ടില്ലല്ലോ. ഇല്ലല്ലോ. എടുത്തോ? ഒരു മിനിറ്റ് റിഷാൻ, എന്താ മോൻ എന്താ പറഞ്ഞേ? അതെടുത്തോ? അപ്പൊ ഇനി ഏതാ എടുക്കാനുള്ളത്? അതും എടുത്തോ? അടുത്ത പേജാണ് എടുക്കാനുള്ളത്. ഇതാണോ എടുക്കാനുള്ളത്? ആണോ? മോർ ആൻഡ് ലെസ് ആണോ എടുക്കാനുള്ളത്? ഓക്കെ. പേജ് നമ്പർ 70 അല്ലേ? പേജ് നമ്പർ 70-ല് ഇന്ന് നമുക്ക് അടുത്ത പഠിക്കാം, മോർ ആൻഡ് ലെസ്. അപ്പൊ ഹെവി ലൈറ്റ് എന്താ? അത് എടുത്തുന്നല്ലേ പറഞ്ഞ. എന്നാ മിസ്സിനൊന്ന് പറഞ്ഞേ, എന്താ ഹെവി, എന്താ ലൈറ്റ്? ആരാ പറഞ്ഞിരുന്നേ? ആരാ പറഞ്ഞിരുന്നേ? എല്ലാവരും റെഡിയാണേ. ഓക്കെ, നമുക്ക് ഹർഷാല് പറഞ്ഞു തരും എന്താ ഹെവി, എന്താ ലൈറ്റ്. ഹെവി എന്താ? ഹെവി വലുത്, ലൈറ്റ് ചെറുത്. അത് തന്നെയാണോ? വേറെ ആർക്കാ നിങ്ങൾ പറയാണ്ടോ നോക്കട്ടെ? മാനവ്, എന്താ ഹെവി, എന്താ ലൈറ്റ്? Heavy and light. ഹെവി Heavy. ഹെവി എന്ന് വെച്ചാൽ എന്താ? ഹിപ്പോയാണോ ഹെവി എന്ന് വെച്ചാല്? സാരമില്ല, മിസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഹെവി എന്ന് വെച്ചാല് വെയിറ്റ് കൂടിയത് അല്ലേ? കനം കൂടിയത്. ഭയങ്കര ഹെവിയാന്ന് പറയില്ലേ? കനം കൂടിയത്, വെയിറ്റ് കൂടിയത്. ലൈറ്റ് എന്ന് വെച്ചാലോ? ലൈറ്റ് എന്ന് വെച്ചാലോ വെയിറ്റ് കുറഞ്ഞത്, നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് പൊന്തിക്കാൻ പറ്റുന്നത് അല്ലേ? ഒരു വലിയ ബക്കറ്റിൽ നിറയെ വെള്ളം ഉണ്ടായാലും നിങ്ങൾക്ക് എടുത്ത് പൊന്തിക്കാൻ പറ്റുമോ? ചെറിയ മക്കളല്ലേ നിങ്ങളെ, പൊന്തിക്കാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ?
ഇല്ല, നിങ്ങൾക്ക് പറ്റൂല. അപ്പൊ ഒരു ബക്കറ്റ്, വലിയ ബക്കറ്റ് നിറയെ വെള്ളം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെവിയാന്ന് പറയും. ഇനി ചെറിയൊരു കപ്പിലാണ് വെള്ളം ഇരിക്കുന്നെങ്കിലോ നിങ്ങൾക്ക് അത് എടുത്ത് പൊന്തിക്കാലോ. കുളിക്കുമ്പോ ഒക്കെ നിങ്ങൾ ഒരു കപ്പ് നിറയെ വെള്ളം എടുത്തിട്ടല്ലേ മേത്തോട്ട് ഒഴിക്കുന്നേ, അല്ലേ? അപ്പൊ കപ്പിലെ വെള്ളം എന്താ, ലൈറ്റ് ആണ്, വെയിറ്റ് കുറവാണ്, അതിന് കനം കുറവാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മോർ ലെസ്. എന്താ മോർ, എന്താ ലെസ്? അറിയോ ആർക്കെങ്കിലും? മോർ എന്താ, ലെസ് എന്താ? അറിയോ? അവിടുത്തെ പിക്ചർ ഒന്നും നോക്കിയിട്ടൊന്നും പറയണ്ട, അല്ലാതെ അറിയോന്ന് പറഞ്ഞാ മതി. അറിയോ? ഗായത്രി, അനീഷ്, അറിയോ മോളെ എന്താ മോർ, എന്താ ലെസ്? മോർ കൂടുതല്, ലെസ് കുറവ്. ആരാ പറഞ്ഞത്? എവിടുന്ന്? ആരാ പറഞ്ഞത്? ചാരില്ല, ആരാ കൂടെ ഇരിക്കുന്നേ ഇപ്പൊ ക്ലാസ്സിന്? ചേട്ടായിയാ? ആഹാ, ഓക്കെ. അപ്പൊ ഗായത്രി പറഞ്ഞത് എല്ലാരും കേട്ടോ? എന്താ മോർ? മോർ എന്ന് വെച്ചാല് കൂടുതൽ. മോർ എന്ന് വെച്ചാൽ കൂടുതൽ. ലെസ് എന്ന് വെച്ചാല് കുറച്ച്. ആ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ നോക്കിയേ നിങ്ങള്. ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ നോക്കിയേ. ഒരു ബാഗില് കുറേ ബുക്ക് കാണുന്നുണ്ട്, അല്ലേ? കുറേ ബുക്ക് കാണുന്നുണ്ട്. നിങ്ങള് നോർമലി സ്കൂളിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ ബാഗിൽ ഒരുപാട് ബുക്ക് ഉണ്ടാവും, ഇല്ലേ? കുറെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, കുറെ നോട്ട് ബുക്ക് ഉണ്ടാവും, അല്ലേ? അപ്പൊ ആദ്യത്തെ ബാഗില് മോർ ബുക്സ്, ദിസ് ബാഗ് ഹാസ് മോർ ബുക്ക്, കുറെ എണ്ണം, ഒരുപാട് എണ്ണം ബുക്കുകളുണ്ട്. രണ്ടാമത്തെ ഗ്രീൻ കളർ ബാഗിലോ, ദിസ് ബാഗ് ഹാസ് ലെസ് ബുക്സ്, കുറച്ചേ ബുക്കുള്ളൂ, അല്ലേ? ആദ്യത്തേത് വെച്ച് നോക്കിയാല് രണ്ടാമത്തെ ബാഗിൽ കുറച്ചേ ബുക്കുള്ളൂ. സോ ദിസ് ബാഗ് ഹാസ് ലെസ് ബുക്സ്, അല്ലേ? ഇനി രണ്ടാമത്തെ പിക്ചർ ഒന്ന് നോക്കിയേ. ഒരു ബക്കറ്റില് കുറച്ച് വെള്ളമുണ്ട്, ഒരു വാട്ടർ ബോട്ടിലും വെള്ളമുണ്ട്. അപ്പൊ ഏതിലാ കൂടുതൽ വെള്ളം ഉണ്ടാവുക? ബക്കറ്റിലാണോ വാട്ടർ ബോട്ടിലാണോ? ബക്കറ്റ്, അല്ലേ? The bucket has more water. And the bottle has less water. More and less. എന്താ more and less? മനസ്സിലായല്ലോ? മോർ എന്ന് വെച്ചാൽ കൂടുതലുള്ളത്, ഒരുപാട് എണ്ണം, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട്, കൂടുതൽ അളവ്, അതിനെയാണ് നമ്മൾ മോർ എന്ന് പറയാം. ലെസ് എന്ന് വെച്ചാലോ കുറവ്. ഓക്കെ, ലെസ് എന്ന് വെച്ചാല് കുറവ്. അപ്പൊ അതിന് തൊട്ട് താഴെ കുറച്ച് വർക്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. Pick the one which has less. ലെസ് ഏതാണോ, കുറവ് ഏതാണോ അതിന് ടിക്ക് ചെയ്യാം. ആദ്യത്തെ പിക്ചർ നോക്കിയേ. രണ്ട് ബാസ്കറ്റില് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അല്ലേ? അതില് ഒന്നാമത്തേതാണോ ലെസ്, രണ്ടാമത്തേതാണോ ലെസ്? ഏതാ ലെസ്? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? കാണിച്ചെന്നേ മിസ്സിന്. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് കാണിച്ചെന്നേ. ഏതാ ലെസ്? സെക്കൻഡ്, അല്ലേ? ഓക്കെ, ആ സെക്കൻഡിന് നേരെ ഒരു സർക്കിൾ ഇല്ലേ, അതിലൊരു ടിക്ക് ഇട്ടേ. ഇട്ടോ? എല്ലാരും പെൻസിൽ ഉപയോഗിച്ചിട്ടല്ലേ ടിക്ക് ഇടുന്നേ? ആണല്ലോ. ഓക്കെ, ദെൻ അടുത്ത രണ്ട് പിക്ചർ. പോപ്കോൺ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചോളപ്പൊരി എന്ന് പറയും,
പണ്ടൊക്കെ പാക്കറ്റിലാ കിട്ടുക. ഇപ്പൊ അതിങ്ങനെ ഒരു പേപ്പറിന്റെ ബാസ്ക്കറ്റ് ഒക്കെ ഇട്ട് അതിലാ വാങ്ങാൻ കിട്ടുന്നത്. തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഫിലിമൊക്കെ കാണാൻ പോകുമ്പോൾ വാങ്ങാൻ കിട്ടും പോപ്കോൺ. അതില് ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ട്, വലിയൊരു ബാസ്ക്കറ്റും ഉണ്ട്. ഫസ്റ്റ് വൺ ആണോല്ലോ, ബ്ലൂ കളറിലുള്ളതാണോ ചെറുത് അതോ വൈറ്റ് കളറിലുള്ളതാണോ ചെറുത്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഏതാ ചെറുത്, ഏതാ ലെസ്? ഫസ്റ്റ് or second? Which one is less? Second one. Very good. Second one എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ ഉണ്ട്, പിന്നെ ഒരു പോട്ട്, ഒരു കലത്തിലും കുറച്ച് വാട്ടർ ഉണ്ട്. ഏതിലായിരിക്കും കുറച്ച് വാട്ടർ ഉണ്ടാവുക? ഗ്ലാസ് ആണോ പോട്ട് ആണോ? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? വിച്ച് ഈസ് ലെസ്? ഫസ്റ്റ് ഓർ സെക്കൻഡ്? ഫസ്റ്റ് വൺ അല്ലേ? വെരി ഗുഡ്. ടിക്ക് ചെയ്തോ. നെക്സ്റ്റ്, you can see a mango tree and a coconut tree. മാംഗോ ട്രീയിൽ കുറേ മാംഗോസ് ഉണ്ട്, കോക്കനട്ട് ട്രീയിൽ ഒരു 3 കോക്കനട്ട് കാണുന്നുണ്ട്. അപ്പൊ ഏതിലാ കൂടുതൽ? ഏതാ മോർ, ഏതാ ലെസ്? മാംഗോ ട്രീ ആണോ കോക്കനട്ട് ട്രീ ആണോ? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? ഏതിലാ കുറവ്? ലെസ്. വിച്ച് വൺ ഈസ് ലെസ്? സെക്കൻഡ് വൺ അല്ലേ, കോക്കനട്ട് ട്രീ. ടിക്ക് ദാറ്റ് വൺ. അവിടെ ടിക്ക് ഇട്ടേ. Next work is for your homework. It is a coloring one. Page number 71. Page number 71. 2 ബസ് കാണുന്നുണ്ടല്ലോ ഇവിടെ. ഒന്നൊരു കുഞ്ഞു ബസ്, ഒന്നൊരു വലിയ ബസ്. കണ്ടോ? അതില് കൂടുതൽ വിൻഡോ ഉള്ളത് ഏത് ബസ്സാണ് നോക്കുക. വിൻഡോ എന്താ? ബസിന്റെ സൈഡിലുള്ള ജനൽ അല്ലേ? നിങ്ങൾക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കാൻ ഇഷ്ടമാണോ? ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബസ്സിൽ പോയിട്ടേ ഇല്ല, ബസ്സിൽ കയറിയിട്ടേ ഇല്ല. സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് സ്കൂൾ ബസ്സിലൊക്കെ വരാം. അല്ലെങ്കിൽ നമുക്ക് ബസ്സൊക്കെ ശരിക്കും ഓടാൻ തുടങ്ങി നമുക്കൊക്കെ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയാല് ബസ്സിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പറയണം കേട്ടോ. ബസ്സില് വിൻഡോ സീറ്റില്, അതായത് വിൻഡോന്റെ അടുത്തുള്ള സീറ്റില് അവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ നല്ല സുഖം. അപ്പൊ ഈ 2 ബസ്സില് ഏതിലാണ് വിൻഡോ കൂടുതൽ? വിച്ച് ഹാസ് മോർ വിൻഡോസ്? ഏതിനാണ് വിൻഡോ കൂടുതൽ? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? ഫസ്റ്റ് വൺ. ഫസ്റ്റ് വൺ ആണോ വിൻഡോസ് കൂടുതൽ? ആണോ? അല്ല, സെക്കൻഡ് വൺ. റൈറ്റ്, വെരി ഗുഡ്. അപ്പൊ അതിനെന്ത് ചെയ്യാം? കളർ കൊടുക്കാം. അതിനെന്ത് ചെയ്യാം? കളർ കൊടുക്കാം. ഓക്കെ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതിയേ. മിസ് 12 കളറിംഗ് വർക്ക് ഒക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് 2 ക്യാപ്പ് കാണാം അല്ലെ? നമുക്ക് 2 ക്യാപ്പ് കാണാം. അതില് പിങ്ക് ഡോട്ട്സ് ഉണ്ടല്ലേ ഓരോ ക്യാപ്പിന്? ബ്ലൂ ക്യാപ്പിനും യെല്ലോ ക്യാപ്പിനും പിങ്ക് ഡോട്ട്സ് ഉണ്ട്. ഏതിലാ ലെസ് ഡോട്ട്സ് ഉള്ളത്? ഏതിലാ കുറവ് ഡോട്ട്സ് ഉള്ളത്? പിങ്ക് ആണോ യെല്ലോ ആണോ? പിങ്കിലാണോ യെല്ലോയിലാണോ ലെസ് ഡോട്ട്സ്? സെക്കൻഡ് വൺ, യെല്ലോ ക്യാപ്പ് അല്ലേ? ഫസ്റ്റ് വണ്ണിനാണോ? സെക്കൻഡ്. സെക്കൻഡ് വൺ ഹാസ്, second cap has less dots. Tick that one. Yellow cap inu tick koduthe. Adutha pinneyum oru coloring question.
കളർ കൊടുക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടാണോ? അടുത്തത് color the animal which has more letters in its name. അവിടെ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെയും കാണാം, ഒരു ഫ്രോഗിനെയും കാണാം. അതിന്റെ രണ്ടും പേര് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഹിപ്പോപ്പൊട്ടാമസ്, HIPPOPOTAMUS, ഹിപ്പോപ്പൊട്ടാമസ്. കുറേ ലെറ്റേഴ്സ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിച്ചോ നിങ്ങള്? ABCD എഴുതാൻ പഠിച്ചോ? പഠിച്ചോ? ABCD Z വരെ എഴുതാൻ അറിയോ? പഠിച്ചോ എല്ലാരും? ഇല്ല, പഠിച്ചിട്ടില്ല. സാരമില്ല. അപ്പോ ഇതില് ഹിപ്പോപ്പൊട്ടാമസിന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രോഗിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. പിക്ചറിന് താഴെ കണ്ടില്ലേ? കുറെ ലെറ്റേഴ്സ് എഴുതിയിട്ട് കണ്ടില്ലേ? അതിൽ ഏറ്റവും നീളമുള്ള പേര് ഏതിന്റെയാ? ആദ്യത്തിന്റെ ആണോ രണ്ടാമത്തിന്റെ ആണോ? ഹിപ്പോപ്പൊട്ടാമസ് ആണോ ഫ്രോഗ് ആണോ? ഫസ്റ്റ് വൺ അല്ലേ? ഹിപ്പോപ്പൊട്ടാമസിനാണ് വലിയ പേരുള്ളത്. അപ്പൊ നമുക്ക് തന്നെ വേണമെങ്കിൽ ക്ലാസ്സിൽ നോക്കാം, എല്ലാവരുടെയും പേരെടുത്ത് വെച്ചിട്ട് ആരുടെ പേരാണ് ഏറ്റവും വലുത്. ഇപ്പൊ ഇതില് കാണുന്നതില് മുഹമ്മദ് സയാൻ MP, മുഹമ്മദ് സയാൻ MP-യുടെ പേരാണ് ഏറ്റവും വലുത് കാണുന്നത്. ഏറ്റവും വലുതെന്ന് വെച്ചാൽ വലിയ പേരെന്ന് വെച്ചാല് എന്താ? കുറെ ലെറ്റേഴ്സ് ഉള്ളത്. കുറെ ലെറ്റേഴ്സ് ഉള്ളതെന്ന് വെച്ചാല് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ ABCDEFGHHIJK അങ്ങനെ സെറ്റ് വരെയുള്ള ആൽഫബറ്റ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പേരൊക്കെ എഴുതുന്നത്. അപ്പൊ അതില് കുറെ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ട് എഴുതിയത് നിങ്ങളുടെ ക്ലാസ്സിൽ ആരാ? മുഹമ്മദ് സയാൻ. അതിലേക്കാളും കൂടുതൽ ഉണ്ടോ നോക്കട്ടെ മിസ് ഒന്ന്. വലിയ പേര് ആർക്കെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇല്ല, മുഹമ്മദ് സയാൻ തന്നെ. സയാന്റെ പേരാണ് ഏറ്റവും വലുത് നിങ്ങളുടെ ക്ലാസ്സിൽ കേട്ടോ. അതുപോലെ ഹിപ്പോപ്പൊട്ടാമസിന്റെയും ഫ്രോഗിന്റെയും പേര് വെച്ച് നോക്കിയാൽ ഹിപ്പോപ്പൊട്ടാമസ് എന്നല്ലേ പറയുമ്പോൾ കൂടുതൽ കാണുന്നേ അല്ലേ? വലിയ പേര് ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ? അപ്പൊ അതിനാണ് കൂടുതൽ ലെറ്റേഴ്സ്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഹിപ്പോപ്പൊട്ടാമസിനാണ് കൂടുതൽ. അപ്പൊ ഏതിന് നമുക്ക് കളർ കൊടുക്കണം? കളർ ദി ആനിമൽ വിച്ച് ഹാസ് മോർ ലെറ്റേഴ്സ് ഇൻ ഇറ്റ്സ് നെയിം. കൂടുതൽ ലെറ്റേഴ്സ് ഉള്ള ആനിമലിന് കളർ കൊടുക്കണം. ഹിപ്പോപ്പൊട്ടാമസിന്റെ കളർ എന്താ? എന്താ ഹിപ്പോപ്പൊട്ടാമസിന്റെ കളർ? ബ്ലാക്ക് ആണോ? ഓക്കെ, ഒരു ബ്ലാക്കിഷ്, ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആണ് അല്ലേ? ബ്ലാക്കും അല്ല ബ്രൗണും അല്ല, അങ്ങനത്തെ ഒരു കളറാണ് ഹിപ്പോപ്പൊട്ടാമസിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ കൊടുത്തോ കേട്ടോ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ടുണ്ട്. ബസ്സിന് കളർ കൊടുക്കാനും ഏത് ബസ്സിനെ കളർ കൊടുക്കണ്ടേ? ഏത് ബസ്സിനെ കളർ കൊടുക്കണ്ടേ? കൂടുതൽ വിൻഡോ ഉള്ള ബസ്സിന് കളർ കൊടുക്കാനോ, കൂടുതൽ ലെറ്റേഴ്സ്, പേരിന് കൂടുതൽ ലെറ്റേഴ്സ് ഉള്ള ആനിമലിന് കളർ കൊടുക്കാനോ. രണ്ടും സെയിം പേജിൽ തന്നെയാണ്. എന്ത് ചെയ്താൽ മതി? അത് കളർ കൊടുത്തിട്ട് മിസ്സിന് അയച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ കളറിങ് ക്വസ്റ്റ്യൻസും ടിക്ക് ചെയ്യാനൊക്കെ ഉള്ളതാണേ. നമുക്കിനി നമ്പേഴ്സ് പഠിക്കാൻ നോക്കിയാലോ? സ്റ്റാർട്ട് ചെയ്താലോ? നമ്പേഴ്സ് 1 2 3 4 5 6 എണ്ണാൻ അറിയോ എല്ലാവർക്കും? എണ്ണാൻ അറിയോ? എത്ര വരെ എണ്ണാൻ അറിയാം? എത്ര വരെ എണ്ണാൻ അറിയാം? നിഷാൻ 10 വരെ. ഫാത്തിമ എത്ര വരെ എണ്ണാൻ അറിയാം? 10 വരെ. എല്ലാരും ഒന്ന് കാണിച്ചു തന്നെ എത്ര വരെ എണ്ണാൻ അറിയാന്ന്. എത്രയാ? ഇതെത്രയാ? 1. ഇതോ? എല്ലാരും ഒന്ന് നോക്കിയേ, ഇതെത്രയാ? 2. ഇതോ? ഇതെത്രയാ അറിയോ?
1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 2 കഴിഞ്ഞാല് 3. ആരാ മിസ്സിന് കൃത്യമായിട്ടൊന്ന് എണ്ണി തരുന്നേ നോക്കട്ടെ? അറിയുന്നവരൊന്ന് പറഞ്ഞേ. ആരാ? ജാനകി. ജാനകി മനു ഒന്ന് എണ്ണിയ മോളെ, നമുക്ക് എണ്ണാൻ അറിയോ നോക്കട്ടെ? ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണം എണ്ണി? 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 17, 18, 19, 20. വെരി ഗുഡ്. 20 വരെ എണ്ണ അറിയാല്ലേ ജാനകി? ഇതാരാ പഠിപ്പിച്ച മോളെ? മമ്മി. മമ്മിയാണോ? ആഹാ, ഇത് പഠിപ്പിച്ചല്ലേ മമ്മി? ബാക്കി ആർക്കൊക്കെ അറിയാം? നിങ്ങളതൊന്നും കേട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് പതുക്കെ പഠിക്കാം. 1 മുതൽ പഠിക്കാം, 1 മുതൽ പഠിക്കാം. 10 വരെ എല്ലാവർക്കും എണ്ണാൻ അറിയോ? അറിയില്ല? ആദ്യത്തെ ലെറ്റർ, ആദ്യത്തെ നമ്പർ ഏതാ? 1 അല്ലേ? 1. നമ്മളെ 2 കയ്യില് കുറെ ഫിംഗേഴ്സ് ഇല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അതില് നമ്മൾ ആദ്യം ഒരു കുഞ്ഞു വിരൽ എടുത്തു. എത്ര എണ്ണം ഉണ്ട് ഇത്? This is 1. This is 1. Then 2. 2 fingers. 1, 2. Then 1, 2, 3. 1, 2, 3. 3 കഴിഞ്ഞിട്ട് 4. 1, 2, 3, 4. 4 കഴിഞ്ഞിട്ട് വരുന്നത് 5. അപ്പൊ ഒരു കയ്യിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 5 വരെ നമുക്ക് ഒരു കൈ ഉപയോഗിച്ചിട്ട് എണ്ണാം. 1, 2, 3, 4, 5. ഇനി അടുത്തത് 6, 7, 8, 9, 10. എത്ര ഫിംഗേഴ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ കയ്യില്? എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 10 ഫിംഗേഴ്സ്. ഒന്ന് എണ്ണിയാലോ നമുക്ക്? ഒന്ന് എണ്ണിയാലോ? മിസ്സിന്റെ കൂടെ ഒന്ന് എണ്ണോ? എല്ലാരും ഫിംഗേഴ്സ് കാണിച്ചു തരണേ. ഫിംഗേഴ്സ് കാണിച്ചു തരണേ. എണ്ണുമ്പോ 1, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരു മിനിറ്റ്, മിസ് എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ. എന്നിട്ട് എല്ലാരും ഒന്ന് മിസ്സിന്റെ കൂടെ എണ്ണണേ. എണ്ണോ? എല്ലാവർക്കും കേൾക്കാലോ എന്നാൽ എണ്ണുന്നത്? വെയിറ്റ്. എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ചെയ്തോ? വേറൊന്നും സംസാരിക്കരുത്. All of you listen. 1.
എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. സൈലൻസ്. ഭയങ്കര ബഹളാണല്ലോ ക്ലാസ്സില്. All of you stand up. All of you stand up. ആരും ഒന്നും മിണ്ടരുതേ. മിസ്സിന്റെ കൂടെ എണ്ണിയാ മതിയേ, എന്നാലേ കേൾക്കാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒന്നും മിസ്സിന് മനസ്സിലായിട്ടില്ല. മിസ്സിന്റെ കൂടെ എണ്ണണേ, പറയുമ്പോ എണ്ണാൻ തുടങ്ങിയാ മതി കേട്ടോ. വെയിറ്റ്. വൺ. എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് മിണ്ടാതിരുന്നോ. 1 2 3 Sit down. Sit down. ഇരുന്നോ. അപ്പൊ നമ്മളിപ്പോ 10 വരെ എണ്ണാൻ പഠിച്ചില്ലേ, 10 വരെ എണ്ണാൻ പഠിച്ചില്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? 1 എങ്ങനെയാ എഴുതുന്നേന്ന് പഠിക്കാം. പറയാൻ മാത്രം പഠിച്ചാ പോരല്ലോ, എഴുതാനും പഠിക്കണ്ടേ? വേണ്ടേ? 1 എങ്ങനെ എഴുതാ, 2 എങ്ങനെ എഴുതാ, 3 എങ്ങനെ എഴുതാ, 4 എങ്ങനെ എഴുതാ? കുറച്ച് സാധനങ്ങൾ കണ്ടാൽ അത് എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കണ്ടേ? അത് എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണിയിട്ട് എങ്ങനെ എഴുതാ? ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പഠിക്കാം. ഓക്കെ? അപ്പൊ ഹോംവർക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓർമ്മയുണ്ടല്ലോ? പേജ് നമ്പർ 71 2 കളറിംഗ് ക്വസ്റ്റ്യൻസ്. എല്ലാരും കളർ പെൻസിൽ ഉപയോഗിച്ച് കളർ കൊടുക്ക. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? ഒരു ക്ലാസ് കൂടി ഇല്ലെന്ന് ഇല്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതണ്ട എങ്ങനെയാന്ന് പഠിക്കാം. ഓക്കെ, ബൈ. മറന്നു പോവല്ലേ, 10 വരെ എണ്ണാൻ ആരും മറക്കല്ലേ. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.